പാഠം 3. ജലം ജീവാമൃതം. പാടത്തൂടെ നടക്കും നേരം വാടിയ ചെടികൾ കണ്ടു ഞാൻ. മേഘം മൂടിയ വാനം നോക്കി മാടി വിളിച്ചു മഴയെ ഞാൻ. പൊടികൾ പറത്തി അണഞ്ഞു വേഗം വീശിയടിക്കും കുളിർക്കാറ്റ്. ഇടിയുടെ ശബ്ദം കേട്ടൊരു നേരം ഓടിയൊളിച്ചു വീട്ടിൽ ഞാൻ. കുടുകുടെ മഴയതു പെയ്തൊരു നേരം മൂടിയിലാടി ചെടിയെല്ലാം. ഹായ് മഴ! മാനത്തുനിന്ന് മണ്ണിലേക്ക് ഓടി വന്നെത്തുന്ന കുഞ്ഞു മഴത്തുള്ളികൾ. കൂടെ കുളിർക്കാറ്റുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമഴയുടെ മട്ട് മാറി. പെരുമഴയായി. മുറ്റം മുഴുവൻ മഴവെള്ളം നിറഞ്ഞു. രാഹുലിന് സന്തോഷമായി. അവൻ കടലാസ് തോണി ഉണ്ടാക്കി വെള്ളത്തിലൊഴുക്കി. രാഹുലിന് മാത്രമല്ല സന്തോഷം, വെള്ളത്തിനായി ദാഹിച്ചു കിടക്കുന്ന മണ്ണിന്, പാടിത്തളർന്ന ചെടികൾക്ക്, പോക്രാൻ പാടുന്ന തവളക്കുട്ടന്, കുഞ്ഞനുറുമ്പിന്, കുഞ്ഞിക്കിളിക്ക്. ഹോ, എന്തൊരു വേനലായിരുന്നു! മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. എല്ലാവർക്കും ആശ്വാസം ഏകിക്കൊണ്ട് ഇതാ വന്നെത്തി നല്ലൊരു കുളിർമഴ. മഴ വന്നപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തണുപ്പ് അനുഭവപ്പെടുന്നു. കിണർ, തോട്, കുളം, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു. പറമ്പുകളിലെല്ലാം പുല്ലുകൾ മുളയ്ക്കുന്നു. ചെടികളും മരങ്ങളും തളിർക്കുന്നു. കൃഷി ആരംഭിക്കുന്നു. കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു. മണ്ണ് ഒലിച്ചു പോകുന്നു. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയർന്നു പറക്കുന്നു. മാനത്ത് നിന്ന് മണ്ണിലെത്തുന്ന മഴയെ ആശ്രയിച്ചാണ് സസ്യങ്ങൾ, ജീവികൾ, മനുഷ്യർ തുടങ്ങി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കഴിയുന്നത്. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ജലസ്രോതസ്സുകൾ. കുടിക്കുന്നതിനും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി നാം ഉപയോഗിക്കുന്ന ജലം എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളെയാണ് നാം ഇതിനായി ആശ്രയിക്കുന്നത്. ജലസ്രോതസ്സുകളിൽ എത്തുന്ന മഴവെള്ളമാണ് നാം വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഏതെല്ലാമാണ് ആ ജലസ്രോതസ്സുകൾ? കിണർ, കുളം, തോട്, പുഴ, കായൽ, തടാകം. നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം ജലസ്രോതസ്സുകളാണുള്ളത്? ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ പേരും കുടിവെള്ളത്തിനായി കിണർ ജലമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നഗരപ്രദേശത്തിലുള്ളവർ പൈപ്പ് വെള്ളത്തെ ആണ് ആശ്രയിക്കുന്നത്. ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശുദ്ധീകരിച്ച് പൈപ്പ് വഴിയാണ് അവർക്ക് എത്തിക്കുന്നത്. എനിക്കും വേണം വെള്ളം. കടുത്ത ദാഹം തോന്നുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ദാഹമുള്ളപ്പോൾ അല്പം വെള്ളം ലഭിച്ചാൽ എന്തൊരാശ്വാസമാണല്ലേ? നമുക്ക് മാത്രമല്ല, മൃഗങ്ങളും പക്ഷികൾക്കും തുടങ്ങി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ്. കുടിക്കാനും കുളിക്കാനും കൃഷിക്ക് നമുക്ക് ജലം അത്യാവശ്യമാണ്. മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? പാചകത്തിന്, പാത്രം കഴുകുന്നതിന്, വസ്ത്രം കഴുകുന്നതിന്, വാഹനങ്ങൾ കഴുകുന്നതിന്, ചെടികൾ നനയ്ക്കുന്നതിന്. ഇങ്ങനെ ജലത്തിന് എത്രയെത്ര ആവശ്യങ്ങളാണ്! വീട്ടിലെയും കൃഷിക്കും വ്യവസായങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നു. ജലമില്ലെങ്കിൽ ജലമില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. വറ്റി വരണ്ട കൃഷിയിടങ്ങൾ, കിണറുകൾ, പുഴകൾ, കുളങ്ങൾ. കടുത്ത വേനലിൽ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടാറുണ്ട്. കുടിവെള്ളത്തിന് പോലും പ്രയാസപ്പെടുന്നവരെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രദേശത്ത് എപ്പോഴെങ്കിലും ജലക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ജലം അമൂല്യം. അമൂല്യമായ ജലം പാഴാക്കി പോകുന്ന ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ജലം പാഴായി പോകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെ? ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്, പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്, കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്. കുടിവെള്ളവും വിൽപ്പനയ്ക്ക്. കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം പലപ്പോഴും വിൽപ്പനയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മളും എത്തിയിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ പൈപ്പ് ലൈൻ വഴിയാണ് ജലം എത്തുന്നത്. ഇതിനും വെള്ളത്തിന്റെ ഉപയോഗത്തിനനുസരിച്ച് വില നൽകണം. ജലത്തിന്റെ ഉപയോഗം നിയന്ത്രിച്ചും ജലമലിനീകരണം തടഞ്ഞും നാം ജലസംരക്ഷണം ഉറപ്പുവരുത്തണം. എത്ര തുള്ളികൾ? ഓരോ ദിവസവും നാം എത്രമാത്രം ജലമാണ് കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്ന പ്രവർത്തനമൊന്ന് ചെയ്തു നോക്കൂ. ആവശ്യമായ സാധനങ്ങൾ: ജലം, ഫില്ലർ, സ്പൂൺ, ഗ്ലാസ്, കപ്പ്, ബക്കറ്റ്. ചിത്രത്തിൽ കാണുന്ന പോലെ ഫില്ലർ ഉപയോഗിച്ച് സ്പൂണിൽ വെള്ളം നിറയ്ക്കൂ. എത്ര തുള്ളി വേണമെന്ന് എണ്ണാൻ മറക്കരുതേ. ഗ്ലാസ് നിറയ്ക്കാൻ എത്ര സ്പൂൺ ജലം വേണമെന്ന് നോക്കൂ. കപ്പ് നിറയ്ക്കാൻ എത്ര ഗ്ലാസ് ജലം വേണം? ഇനി കപ്പ് ഉപയോഗിച്ച് ബക്കറ്റ് നിറയ്ക്കൂ. എത്ര കപ്പ് വെള്ളം വേണ്ടി വന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തുള്ളി വെള്ളം കൊണ്ടാണ് ഒരു ബക്കറ്റ് നിറയ്ക്കാവുന്നത്? ഇങ്ങനെ ഓരോ ദിവസവും നാം എത്ര ബക്കറ്റ് ജലമാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്? ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ്.
ഒരു തുള്ളി പോലും പാഴാക്കരുത്. പല തുള്ളി പെരുവെള്ളം എന്ന ചൊല്ല് നാം മറക്കരുത്. കിണറിനരികെ. കുടിവെള്ളത്തിനായി കൂടുതൽ പേരും ആശ്രയിക്കുന്നത് കിണറിനെയാണ്. കിണർ വൃത്തിയായി സൂക്ഷിക്കണം. കിണറിലെ വെള്ളം മലിനമാക്കുന്നത് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഇവ എന്തെല്ലാമാണെന്ന് നമുക്ക് അന്വേഷിക്കാം. ടീച്ചറോടൊപ്പം സ്കൂളിലെയും പരിസരത്തെയും 4-5 വീടുകളിലെ കിണറുകൾ സന്ദർശിച്ച് വിവരങ്ങൾ പരിസര പുസ്തകത്തിൽ എഴുതൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്? കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? കിണറിന് ആൾമറ ഉണ്ടോ? കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കാറുണ്ടോ? കിണറിനടുത്ത് കുളിക്കാറുണ്ടോ? തുണി അലക്കുന്നത് കിണറിന്റെ സമീപത്താണോ? കിണറിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചാണോ കക്കൂസ് ടാങ്ക് നിർമ്മിക്കുന്നത്? ഇനി പറയൂ, നിങ്ങൾ നിരീക്ഷിച്ച കിണറുകളിൽ ഏതൊക്കെയാണ് വൃത്തിയുള്ളത്? വൃത്തിയില്ലാത്ത കിണറുകളുണ്ടോ? അവ വൃത്തിയുള്ളതാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കൂ. കുടിവെള്ളം. സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബാഗിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും കരുതാറില്ലേ? തിളപ്പിച്ചാറിയ വെള്ളം തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? നമുക്ക് ലഭിക്കുന്ന ജലം പലപ്പോഴും ശുദ്ധമായിരിക്കണമെന്നില്ല. ശുദ്ധമായ ജലം ഉപയോഗിച്ചില്ലെങ്കിൽ പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. ജലം ശുദ്ധീകരിക്കാം. ജലം ശുദ്ധീകരിക്കാൻ ഒട്ടേറെ മാർഗങ്ങൾ നിലവിലുണ്ട്. വാട്ടർ പ്യൂരിഫയർ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഉപയോഗിച്ചു വരുന്നു. ജലം ശുദ്ധീകരിക്കാനുള്ള ഒരു സാധാരണ മാർഗം പരിചയപ്പെടാം. മുച്ചട്ടി അരിപ്പ. ഒരേ വലുപ്പമുള്ള 3 ചട്ടികളോ ചിരട്ടകളോ എടുക്കുക. അവയുടെ അടിഭാഗത്ത് നടുവിലായി ചെറിയൊരു ദ്വാരമിടുക. ചിത്രത്തിൽ കാണുന്നത് പോലെ 3 ചട്ടികളും ക്രമീകരിക്കുക. മുകളിലെ ചട്ടിയിൽ ചരൽ, നടുവിലെ ചട്ടിയിൽ മണൽ, താഴെയുള്ള ചട്ടിയിൽ ചിരട്ടക്കരി എന്നിവ കഴുകി വൃത്തിയാക്കി ഇടുക. മുച്ചട്ടി അരിപ്പയുടെ ഏറ്റവും അടിയിലായി ശുദ്ധജലം ശേഖരിക്കാനായി വൃത്തിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇനി ഏറ്റവും മുകളിലത്തെ ചട്ടിയിൽ ചെളിവെള്ളം ഒഴിച്ചു നോക്കൂ. ചെളിവെള്ളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പരീക്ഷണക്കുറിപ്പ് പരിസര പുസ്തകത്തിൽ എഴുതൂ. ജീവന് നിലനിൽപ്പിനുള്ള അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ജലം നമ്മുടെ ഭൂമിയിലുണ്ട്. ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് മാത്രം. ജലം പാഴാക്കി കളയാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ്. കുടിവെള്ളം ശുദ്ധീകരിക്കാം. കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിങ് പൗഡറാണ് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും കിണർ വെള്ളം ശുദ്ധീകരിക്കണം. 2 ആൾ ആഴത്തിൽ വെള്ളമുള്ള കിണറ്റിലേക്ക് ഒരു തീപ്പെട്ടിക്കൂടിൽ കൊള്ളാവുന്നത്ര ബ്ലീച്ചിങ് പൗഡർ മതിയാകും. 1 കപ്പ് വെള്ളത്തിൽ 1 തീപ്പെട്ടിക്കൂട് ബ്ലീച്ചിങ് പൗഡർ കലക്കി വയ്ക്കുക. കലക്കി വെച്ചതിന്റെ തെളിവെള്ളം ശേഖരിച്ച് കിണറിൽ ഒഴിക്കുക. വെള്ളം കോരാനുള്ള ബക്കറ്റ് ഉപയോഗിച്ച് കിണറ്റിലെ വെള്ളം നന്നായി ഇളക്കുക. പിറ്റേ ദിവസം രാവിലെ മുതൽ കിണറിലെ ജലം ഉപയോഗിക്കാം. ബ്ലീച്ചിങ് പൗഡർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും. ബ്ലീച്ചിങ് പൗഡർ ആവശ്യത്തിലധികമാവുന്നത് ദോഷകരമാണെന്ന് ഓർക്കുമല്ലോ. ജലാശയങ്ങൾ മലിനമാക്കരുതേ. എത്രമാത്രം ജലമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്? കടൽ ജലം നമുക്ക് കുടിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ കുളങ്ങളിലെയും പുഴകളിലെയും ജലം ശുദ്ധമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അവയെല്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അടുത്തുള്ള പുഴ ഏതാണ്? അതിലെ വെള്ളം ശുദ്ധമാണോ? എന്തെല്ലാം മാലിന്യങ്ങളാണ് പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്? ഓരോ ദിവസവും ഓടകളിലൂടെയും മറ്റും എത്രയെത്ര മാലിന്യങ്ങളാണ് പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്? ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്.